ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് പൊതുവായ ഫലമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളൊക്കെ ഗുണദോഷ സമ്മിശ്രമാണ്. പൊതുവേ ഗുണഫലം ഏറിയിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. പേടിക്കാനായിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കർമ്മരംഗത്ത് ശുഭലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ട് ഗുണകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. അത് നിങ്ങൾ നന്നായിട്ട് വിനിയോഗിച്ചാൽ ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ചെറിയ രീതിയിലൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ചാൽ അത് അതിൻ്റെ വഴിക്ക് പൊക്കോളും, വലിയ വിഷയമായിട്ടൊന്നും മാറില്ല. പക്ഷെ അത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, അത് വിട്ടുവീഴ്ച മനോഭാവം ഇല്ല എങ്കിൽ അത് തലവേദനയായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ബുധ ശുക്ര ഗ്രഹങ്ങളുടെ യോഗത്താൽ ശത്രുക്കളെയൊക്കെ ഒരു പരിധിവരെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ മറ്റ് തർക്ക വിഷയങ്ങളിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കോടതി വ്യവഹാരങ്ങളിലൊക്കെ ആണെങ്കിലും ഗുണകരമായ മാറ്റങ്ങൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെ അതിശയകരമായ സാമീപ്യം കൊണ്ട് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഒരു അശുഭ ചിന്തകളും സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ 2 മാസങ്ങളിൽ. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഈ അശുഭ ചിന്തകളും സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തെയും ദമ്പതിഭാവത്തിലൊക്കെ കുടുംബജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. സംശയ രോഗം അത് അത് പാടെ മാറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ ഭാവി അത് തുരങ്കം വെക്കുക തന്നെ ചെയ്യും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ വന്നു ചേരുന്നതാണ്. എടുത്തു പറയേണ്ടത് കർമ്മ സ്ഥാനത്ത് വ്യാഴദൃഷ്ടിയുണ്ട്. വ്യാഴഗ്രഹം ശുഭനായിട്ട് നിൽക്കുന്നുണ്ട്. അത് കർമ്മരംഗത്താണ്. അതുകൊണ്ട് കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടുന്നതിന് സഹായകരമായി മാറുന്നതാണ് വ്യാഴഗ്രഹം. ഭഗവാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ ബൃഹസ്പതി എന്നൊക്കെ പറയുന്ന വ്യാഴഗ്രഹം നിങ്ങൾക്ക് സർവ ഗുണ പ്രധാനിയായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഗുണകരമായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ആർഭാടങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കുന്നതായിരിക്കും ഗുണകരം. നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ്. ക്ഷേത്ര ദർശനങ്ങളൊക്കെ നിങ്ങൾ അധികം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഈ മാസങ്ങളിൽ. നിങ്ങൾക്ക് വ്യവഹാരങ്ങളിലൊക്കെ വിജയപ്രതീക്ഷ ഉണ്ടാകുന്നൊരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങളുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാകുന്ന, ഇതുപോലെ കുത്തഴിഞ്ഞ ജീവിതം ജീവിച്ചിരുന്നവരൊക്കെ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ മാതാപിതാക്കന്മാർക്കൊക്കെ കണ്ണീരായിരുന്ന പലരും നിങ്ങളുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായി നിങ്ങൾ നല്ലൊരു ജീവിതം ജീവിച്ചു പോകാനുള്ളൊരു സാഹചര്യം ഈ മാസങ്ങളിൽ കാണുന്നുണ്ട്. ഈ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിട്ട് മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. എന്നാൽ എടുത്തു പറയേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്വന്തം പ്രവൃത്തി മൂലം നിങ്ങൾ ധാരാളം ശത്രുക്കളെ സമ്പാദിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ജീവിത ചെലവ് കൂടി വരുന്നൊരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങളുടെ കുടുംബത്തിലെ ചില അശ്വതി നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹങ്ങളൊക്കെ കുടുംബാംഗങ്ങളിൽ ചിലർക്കൊക്കെ വിവാഹം ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്.
നിങ്ങളുടെ ഭാഗ്യ നക്ഷത്രങ്ങളുടെയൊക്കെ സ്ഥിതിയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒക്ടോബറിലൊക്കെ. നിങ്ങളുടെ സന്താനങ്ങളൊക്കെ ഗുണകരമായ ഭാവത്തിലാണ് നിൽക്കുന്നത്. സന്താനങ്ങൾ മൂലം സന്തോഷത്തിന് ഇടവരുത്തുന്ന ഒരു സമയമാണ്. ഗുരുതുല്യരായവരുടെയൊക്കെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾ ഈ ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ കച്ചവടമൊക്കെ നടത്തുന്നവർ, അതിൽ നിന്നൊക്കെ ധാരാളം നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നവരാണ്. ഉദാഹരണത്തിന് ഫുഡ് ഗ്രേഡ് ഐറ്റംസൊക്കെ വിൽക്കുന്നവർ, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസൊക്കെ വിൽക്കുന്നവർ, ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ചെയ്യുന്നവർക്കൊക്കെ, ഫുഡ് ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണകരമാണ്. കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. വാഹന ലാഭം കൂടുതലായിട്ട് കാണുന്നൊരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾക്ക് പുതിയ വാഹനങ്ങളൊക്കെ ഉള്ളത് വാങ്ങാനോ, ആഗ്രഹമുള്ളവർക്ക് വാങ്ങാനോ, അല്ലെങ്കിൽ നിലവിലുള്ള പഴയ വാഹനങ്ങളൊക്കെ മാറ്റി പുതുക്കി വാങ്ങാനോ ഒക്കെയുള്ള യോഗം കാണുന്നു. എടുത്തു പറയേണ്ടത്, ചന്ദ്രൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ അധികരിച്ച് ലഭിക്കുന്നൊരു സമയമാണ്. നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും എന്നൊരു ചൊല്ലില്ലേ, അത് അനർത്ഥമാകുന്നൊരു സമയമാണ്. ഇതിൽ വിഷമിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. ചില ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ, അതിനെ ചെറിയ വഴിപാടൊക്കെ കഴിച്ചാൽ നിങ്ങൾക്കിത് വളരെ ഗുണകരമായൊരു സമയമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അതിൽ എടുത്തു പറയേണ്ടത്, ഈ അശ്വതി നക്ഷത്രക്കാർ നിങ്ങൾ നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ വ്യാഴാഴ്ച നവഗ്രഹ ക്ഷേത്രം ദർശിച്ചാൽ നിങ്ങൾ വ്യാഴഗ്രഹത്തിന് പൂജ ചെയ്യണം. വ്യാഴഗ്രഹ പൂജ ചെയ്യുക. ഒപ്പം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, മഞ്ഞ പൂക്കൾ വ്യാഴഗ്രഹത്തിന് നൽകുക, അല്ലെങ്കിൽ കാൽക്കൽ വെക്കുക. അല്ലെങ്കിൽ വ്യാഴഗ്രഹത്തിന് മഞ്ഞ പൂക്കൾ കൊണ്ട് മാല ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ഒപ്പം ഗ്രഹത്തിന് പാൽപ്പായസം നിവേദിക്കുന്നതും ഗുണകരമാണ്. അതുപോലെ തന്നെ ചന്ദ്രഗ്രഹത്തിന് തിങ്കളാഴ്ച ക്ഷേത്രം ദർശിച്ച് ചന്ദ്രഗ്രഹത്തിന് തിങ്കളാഴ്ച ചന്ദ്രഗ്രഹ പൂജ ചെയ്യുന്നത് അത് ഗുണകരമായിരിക്കും. വെളുത്ത പായസം അല്ലെങ്കിൽ പാൽപ്പായസം നിവേദിക്കുന്നത് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനും, നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് മേന്മകൾ ഉണ്ടാകാനുമായിട്ട് നിങ്ങളൊരു അശ്വാരൂഢ മന്ത്രം കൊണ്ട് എഴുതിയ യന്ത്രം, അത് പാർവതി ക്ഷേത്രത്തിലാണ്, ദേവീക്ഷേത്രത്തിലാണ് കഴിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ശിവപാർവതി ക്ഷേത്രത്തിൽ കഴിപ്പിക്കുക. അത് ഏലസാക്കി ദേഹത്ത് പൂജിച്ചിട്ട് 3 പ്രാവശ്യം പൂജിച്ചിട്ട്, അത് പറഞ്ഞാൽ അവർക്ക് അറിയാം, ശാന്തിമാർക്ക് അറിയാൻ പറ്റും, തിരുമേനിമാർക്ക് അറിയാൻ പറ്റും. അത് പൂജിച്ചിട്ട് ധരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറിയിട്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനായിട്ട് വളരെയധികം ഗുണകരമായിരിക്കും. ഇത് ആരുടെയെങ്കിലും അടുത്ത് പോയി എഴുതിക്കുകയല്ല, അറിയാവുന്ന ഒരാളെ കൊണ്ട് നന്നായിട്ട് ഇത് ചെയ്ത് പരിചയമുള്ള നല്ല തന്ത്രിമാരുടെ അടുത്ത്, ശാന്തിമാരുടെ അടുത്ത്, തിരുമേനിമാരുടെ അടുത്തൊക്കെ ചെല്ലുക. പാർവതി ദേവിയുടെയാണ് അശ്വാരൂഢ മന്ത്രം. അതുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ശിവപാർവതിമാരുള്ള ക്ഷേത്രമൊക്കെ ആണെങ്കിൽ വളരെ ഗുണകരമായിരിക്കും. അവിടെ എഴുതിച്ചിട്ട് ദേഹത്ത് നല്ല ദിവസം നോക്കി ധരിക്കുന്നത് വളരെ ഗുണകരമാണ് നിങ്ങൾക്ക്. അത് ഭഗവാന്റെയും ദേവിയുടെയൊക്കെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. ഒപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളൊക്കെ സമ്പാദിച്ച് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി ഉന്നതിയിലെത്തുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.